അതിനുള്ള മറുപടി നൽകേണ്ടി വരും. ഇപ്പോൾ കെ മുരളീധരന്റെ ഒക്കെ ഇന്നത്തെ വാക്കുകൾ കുറെ കൂടി സ്പഷ്ടമാണ്. അദ്ദേഹം പറയുന്നത് ഒരു പരാതിയും വന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. അപ്പോൾ എതിരെയെന്ന്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒപ്പം തന്നെ 100% നിൽക്കുന്ന രീതിയിലാണ് നേതാക്കളുടെ ഇപ്പോഴത്തെ പ്രതികരണം. അത് ചെറിയ നേതാക്കളല്ല പറയുന്നത്. മുരളീധരനെ പോലെ, ഹസനെ പോലെ, സണ്ണി ജോസഫിനെ പോലെ, അടൂർ പ്രകാശിനെ പോലെയൊക്കെയുള്ള നേതാക്കളാണ്. അല്ല നോക്കൂ ശ്രീ മഞ്ജുഷ്, ഒരു സിനിമയിൽ നമ്മുടെ മോഹൻലാലും ഈ പറയുന്ന ഇന്നസെന്റും ചേർന്ന്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു സിനിമയിൽ ഇതാ ഇങ്ങനെ നാട് മുഴുവൻ വേഷം മാറി സഞ്ചരിക്കുകയാണ്. അങ്ങനെ അവർ വേഷം മാറി സഞ്ചരിക്കുന്നത്, മോഹൻലാലും ശ്രീനിവാസനും കൂടി ഇങ്ങനെ വേഷം മാറി സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ച CID-കൾ നാട് മുഴുവൻ വിളിച്ചു ചോദിക്കുകയാണ്, കല്ല് കൊത്താനുണ്ടോ എന്ന്. അതുപോലെ കേരളത്തിൽ DYFI, കേരളത്തിൽ CPM, അവരെ സഹായിക്കുന്ന ചില മാധ്യമ പ്രവർത്തകർ നാട് മുഴുവൻ വിളിച്ചു ചോദിക്കുകയാണ്, പരാതി കൊടുക്കാൻ ആളുണ്ടോ എന്ന് ചോദിക്കുന്ന നാണക്കേടിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷവും അവർക്ക് വേണ്ടി ഗോഘ്വ വിളിക്കുന്ന മാധ്യമ പ്രവർത്തകരും. അങ്ങനല്ല കേട്ടോ, നിങ്ങളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. അവരുടെ PR എക്സസൈസ് എടുത്തിരിക്കുന്ന ചില മാധ്യമങ്ങളും ചേർന്ന് ഈ പണി നടത്തുകയാണ്. അപ്പൊ സ്വാഭാവികമായി അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ പറയുന്നത് എന്താണ്, സഭയിൽ വരണോ വേണ്ടയോ എന്നുള്ളതൊക്കെ പാർട്ടി മെമ്പർ അല്ലാത്തൊരു മെമ്പർ എന്ന നിലയ്ക്ക് അത് അദ്ദേഹത്തിന്റെ തീരുമാനം, അദ്ദേഹം തീരുമാനിക്കട്ടെ. പക്ഷേ സഭയിൽ ഏതെങ്കിലും ഒരു അംഗത്തിനെതിരെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബെഞ്ചിൽ ഉണ്ടായിരുന്ന ഒരു അംഗത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പരാതിയില്ലാത്ത കേസിൽ, FIR ഇല്ലാത്ത കേസിൽ, നേരിട്ടുള്ള വെള്ളക്കീറ് കടലാസിൽ പരാതിയില്ലാത്ത കേസിൽ അവിടെ നിന്ന് ചില അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചാൽ, പരാതിയുള്ള കേസിൽ, FIR ഉള്ള കേസിൽ, ചാർജ് ഷീറ്റ് ഉള്ള കേസിൽ, കോടതി ശിക്ഷിച്ചിട്ടുള്ള കേസിൽ, നമ്മുടെ മുമ്പിൽ തെളിവ് ഓഡിയോയും വീഡിയോയുമായി ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ള കേസിലൊക്കെ വലിയ നീതിമാന്മാർ ചമഞ്ഞവർ, വലിയ മുഖം മൂടിയിട്ടവർ അവരപ്പുറത്തും ഇരിപ്പുണ്ട് എന്ന് പറയേണ്ടതായി വരും. ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇടതുപക്ഷം അദ്ദേഹം സഭയിൽ വന്നാൽ, എനിക്കറിയില്ല, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അങ്ങനെ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിനെതിരെ ഒരു പ്രതിഷേധ പ്രമേയം കൊണ്ടുവരണം. എന്നിട്ട് ആ പ്രമേയം അവതരിപ്പിക്കാൻ കൊല്ലം MLA M മുകേഷിനെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെ ആ പ്രമേയത്തെ പിന്താങ്ങാൻ വേണ്ടി, വോട്ടിനിട്ട് പിന്താങ്ങാൻ വേണ്ടി സുരേന്ദ്രനെ, കടകംപള്ളിയെ കൂടെ ഏൽപ്പിച്ചാൽ മനോഹരമായിരിക്കും. ഇനി അതിന് പിന്താങ്ങാൻ വേണ്ടി മറ്റൊരാളെ കൂടെ ഏൽപ്പിക്കാം. ആരാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ, മന്ത്രിസഭയിൽ തന്നെ ശശീന്ദ്രന്റെ എന്താണ് കാര്യങ്ങൾ ഈ വിഷയത്തിലെ അഗ്രഗണ്യമാണെന്ന് നമുക്ക് ലൈറ്റ് വേർഷൻ ഞാൻ അതിനെ ന്യായീകരിക്കുകയില്ല, അത് നിയമത്തിന്റെ നടപടികളിലൂടെ കടന്നു പോട്ടെ. പക്ഷേ ശരിയാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഭരണപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ അത് ശരിയുമാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതിനുള്ള വ്യക്തമായ തെളിവുകളും നിങ്ങളുടെ പക്കലുണ്ട്. കാരണം CPM-ന് ഇക്കാര്യത്തിൽ ധാർമ്മികത പറയുവാനുള്ള ഒരു അവകാശവുമില്ല. പക്ഷെ നിങ്ങൾ ശരിക്കും കണ്ണിൽ പൊടിയിടുകയാണ്, അതാണ് പ്രശ്നം. ഞങ്ങൾ നടപടിയെടുത്തു, നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്താണ് എന്ന കാര്യം ഇപ്പോഴും വരികയാണ്. നിങ്ങൾ സ്ത്രീ സുരക്ഷയും സ്ത്രീകളുടെ അഭിമാനവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഈ പറയുന്ന ഈ വേട്ടക്കാരനൊപ്പമാണ് നിങ്ങൾ. കാരണം അദ്ദേഹത്തിന് അനുകൂലമായ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളാണ് കഴിഞ്ഞ 2 ദിവസമായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നുകൂടെ ഇദ്ദേഹത്തിനെതിരെ? അതൊന്നുമില്ല, അല്ല ഇദ്ദേഹത്തെ കുറിച്ച് അതൊന്നുമല്ല. ഇദ്ദേഹത്തെ പൂർണ്ണമായി ന്യായീകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ വനിതാ നേതാക്കൾ ഇദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടതിനെ പോലും നേതാക്കൾ വിമർശിക്കുകയാണ്. അതത്ര പിടിച്ചിട്ടില്ല നേതാക്കൾക്ക്. ആ രീതിയിൽ പോലും കാര്യങ്ങൾ വരികയാണ്. അതാണ് ഇരട്ടത്താപ്പുണ്ട് ഇക്കാര്യത്തിൽ. ശ്രീ മഞ്ജുഷ്, യാതൊരു ഇരട്ടത്താപ്പുമില്ല. ഞങ്ങൾ ഈ വിഷയം ഉണ്ടായ ദിവസം അന്ന് ആദ്യം പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറഞ്ഞു, ഈ വിഷയത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകും. അതുണ്ടായാലോ 24 മണിക്കൂറിൽ അദ്ദേഹത്തിന്റെ സംഘടനാ ഭാരവാഹിത്വം രാജിവെക്കേണ്ടതും 48ഉം 72ാമത്തെ മണിക്കൂർ ആവുന്നതിന് മുമ്പ് പാർട്ടിയുടെ പുറത്തു പോകേണ്ടതുമായി വന്നു. അതൊരു പരാതിയില്ലാത്ത കേസിലാണ്. അതിനുശേഷം ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഇന്നത്തെ ദിവസം ഇവിടെ ഇരിക്കുന്നോടം വരെ ഞങ്ങളുടെ പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതി ഇല്ല ശ്രീ മഞ്ജുഷ്. ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതിയും കടന്നു വന്നിട്ടില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ ഞാനീ പറഞ്ഞ ഇക്കാര്യം തന്നെയാണ്, ശ്രീതു അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ അതിനകത്തൊരു മേൽക്കൈ നേടുകയും ഉണ്ടായി. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അതല്ല കാണുന്നത്. നിങ്ങൾ വെറുതെ ഈ ഒരു പ്രഹസനം എന്ന രീതിയിൽ ഒരു നടപടി എടുത്തു. അവിടെ ഒരു അന്വേഷണവും നടക്കുന്നില്ല, ഒന്നുമില്ല. നിങ്ങൾക്കറിയാം പരാതി ഒന്നും വന്നിട്ടില്ല എന്ന്. അപ്പോൾ ആരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നടപടി എടുത്തത് എന്നുള്ള കാര്യം കൂടി വരും. അല്ല സമാന ദിവസങ്ങളിൽ ഉണ്ടായ മറ്റ് സംഭവങ്ങൾ കൂടി കൂട്ടി വായിക്കണമെന്നേ. അതായത് പരാതി ഇല്ലാത്ത കേസിൽ ഫേബ്രിക്കേറ്റഡ് പരാതി ഉണ്ടാക്കാൻ വേണ്ടി CPI നേതാവിനെ സമീപിച്ച വാർത്ത കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്തില്ലേ? അപ്പൊ ഒരാളെ കുടുക്കാൻ വേണ്ടി സംഘടിതമായ ശ്രമം അപ്പുറത്ത് നടക്കുന്നുണ്ടോ എന്ന് പൊതുജനത്തിന് തോന്നുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ അവിടെ നടക്കുകയാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരാളെ വേട്ടക്കിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് നിലപാട് പറയും.
ഇപ്പൊ അങ്ങ് അത് ശരി. അപ്പൊ അത് കൃത്യമാണ്. നിങ്ങളുടെ നിലപാട് അത് തന്നെയാണ്. അങ്ങനെ വേട്ടക്കിട്ട് കൊടുക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് നിലപാട്. പക്ഷേ ആ തെളിവുകളൊക്കെ പുറത്തു വന്ന ആ സമയത്ത് നിർബന്ധിതരായി. ഫാബ്രിക്കേറ്റഡ് ഫോർജഡ് പരാതി അത് പറ്റില്ല. അല്ല, ഫാബ്രിക്കേറ്റഡ് ആൻഡ് ഫോർജഡ് പരാതി ഉണ്ടാക്കാനുള്ള ശ്രമം അത് ശരിയല്ല. അത് ഞങ്ങൾക്കെതിരാണ്, അവർക്കെതിരാണ്. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന് പോലും അദ്ദേഹത്തിന്റെ ഭാഗം കൃത്യമായിട്ട് ന്യായീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏത് ആരോപണം വരുമ്പോഴും ആ ഭാഗം ന്യായീകരിക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ രാഹുലിന് അത് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ നേതാക്കന്മാർക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കുവാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നടപടിയെടുത്തത്. ഇപ്പോൾ അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പറയുകയാണ് ഇതെല്ലാം ആരോപണമാണ് എന്ന രീതിയിൽ. അത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞു വരികയാണ്. നിയമസഭാ സമ്മേളനം തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ രാഹുലിനെ വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുന്നത്? രാഹുലിനെ വെള്ളപൂശാനല്ല, ഞങ്ങൾ സാഹചര്യങ്ങൾ ജനങ്ങളോട് സംവദിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന്, ഈ വിഷയമുണ്ടായി ഇന്ന് വരെ ഞങ്ങളുടെ മുമ്പിൽ പരാതിയില്ലെന്നേ, ഞങ്ങളുടെ പാർട്ടിയുടെ മുമ്പിൽ പരാതിയില്ല. ഞങ്ങൾ ഈ KPCC ഓഫീസിൽ എല്ലാ പരാതികളും സ്വീകരിക്കാൻ സർവ്വസജ്ജരായിരിക്കുകയാണ്. ഒരു പരാതി വരണ്ടേ? അത് വരണ്ടേ? നിങ്ങളുടെ മുന്നിലൊക്കെ പരാതിയുണ്ട്. VD സതീശൻ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ. മകളെ പോലെ ഉള്ള ഒരാളുടെ പരാതി വന്നപ്പോൾ നടപടിയെടുക്കാൻ ആകാത്ത ഒരു സാഹചര്യമുണ്ടായി, ഹൃദയവേദനയോടെ ആയിരുന്നുവെന്ന്. അപ്പോൾ അതൊന്നും പറയാവുന്ന ഒരു കാര്യമല്ല. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ,